മൈനയുടെ അരികിൽ പോയി തിരികെ വരുന്ന ഭർത്താവിന് നിങ്ങൾ പാവിരിച്ച് കാത്തിരുന്നു. ഒടുവിൽ അവള് പ്രസവിച്ചപ്പോ മാത്രം എന്താ നിങ്ങളുടെ അഭിമാനം ഉണർന്നോ? പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഗതി വരുത്തി വെക്കണ്ടായിരുന്നു. എടുത്തി ഹരിയേട്ടൻ ചെയ്ത കുറ്റം അത്. കൂട്ടുപ്രതി നിങ്ങളും. മതി നിന്റെ കഥാപ്രസംഗം. ഈ കഥ നമ്മൾ ഒരുപാട് പറയിപ്പിക്കുകയും ചെയ്തതല്ലേ മനസ്സേ. ഇതിലൊരു പുതുമയില്ല. നീ ഇതും കൊണ്ട് പോ. നിന്റെ മാന്യനായ ഭർത്താവിനെ കൊണ്ടേ കൊടുക്ക്. എന്തേ ഒരു പരിഹാസം? എന്റെ സിദ്ധു ഒരു മാന്യം തന്നെയാ. അല്ലാതെ ഇവിടെ ചിലരെ പോലെ മാന്യന്റെ മുഖംമൂടിയും വെച്ചിട്ട്. മാനസേ, നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഈ കഥ നമ്മൾ പലവട്ടം പറഞ്ഞതാണെന്ന്. നമ്മൾ പറയാത്തൊരു കഥയുണ്ട്, നീ കേൾക്കാത്ത കഥ, പുതുമയുള്ളൊരു കഥ. അത് ഞാനങ്ങ് പറയും. പറയണോ എടുത്തി? വരട്ടെ പുതിയ പുതിയ കഥകള്. നീ വെറുതെ എന്നെ കൊണ്ട് പറയിക്കല്ലേ മോളെ. പറയാനുള്ള പെർമിഷൻ കിട്ടാത്തോണ്ടാ. അത്രയ്ക്ക് വലുതാ? എന്തേ മൈനയുടെ കുഞ്ഞിനെ എടുത്തു മാറ്റിയത് ഹരിയേട്ടൻ തന്നെയല്ലേ? അതല്ലേ കഥ? സ്വന്തം കുഞ്ഞിനെ സ്വന്തം അച്ഛൻ തന്നെ സ്വന്തം ഭാര്യയുടെ ആവശ്യപ്രകാരം തട്ടിക്കൊണ്ടു പോന്നു. കഷ്ടം. കാര്യം എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടവളാ അവള്. മൈന ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കണം ഭർത്താവിനോട്. മനസ്സമിപ്പോ ഇനി കേട്ടോണ്ട് നിൽക്കാനാവില്ല എനിക്ക്. നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നേ? പണ്ടൊക്കെ ഹരിയേട്ടനെ മൈനയും പറയുമ്പോ എന്റെ ഒപ്പം നിന്നവരല്ലേ നിങ്ങള്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഈ മാറ്റം? ഇനി നിങ്ങളും മൈനയെ ഹരിയേട്ടന്റെ സെക്കൻഡ് വൈഫായിട്ട് അങ്ങ് ഫിക്സ് ചെയ്തോ? പിന്നെ എന്തിനാ ഏട്ടത്തി ആ പാവം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്? നീ എന്താ പറഞ്ഞേ? നീ എന്തൊക്കെ ഈ പറയണേന്ന് ഒന്നുകൂടെ പറഞ്ഞേ കേക്കട്ടെ. പറ ഗൗരി, എന്താ ഇവിടെ? എന്താന്ന്? ഇനി എനിക്ക് വയ്യ വയ്യ ഹരി. മിണ്ടരുത്, ഒച്ച ഉയരരുത്. മനസ്സേ, നീ ചെല്ല്. നീ എന്തിനാ കിച്ചണിലോട്ട് വന്നേ? നീ ചെല്ല്. എന്താ ആക്ടിങ്? നീ ഒന്ന് പോണുണ്ടോ? എന്തൊരു കഷ്ടമായത്. SP സാറേ, എന്തു പറ്റി ധീരനായ SP ഹരിശങ്കറിന്? അതും ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ കാണാതായ കേസിൽ ഇങ്ങനെ അനാസ്ഥ കാണിക്കാനും മാത്രം. എത്ര വലിയ വലിയ കേസുകൾ കണ്ടെത്തി ഗുഡ്വിൽ നേടിയ ആളാ. ഒരു പൊടിക്കുഞ്ഞിന്റെ കാര്യത്തിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുക എന്ന് പറഞ്ഞാ നാണക്കേട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേട്. എങ്ങനെ കണ്ടെത്താനല്ലേ? അതിനെ എടുത്തു മാറ്റിയ ആള് തന്നെ കേസ് അന്വേഷിച്ചാല്. സ്വന്തം കുഞ്ഞല്ലേ ഹരിയേട്ടാ. അത് വളർന്നു വന്നാ നിങ്ങൾക്ക് മാനക്കേടായിരിക്കും. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളായാലും ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ 10 മാസം ആ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടന്ന മൈനെ ഓർക്കണമായിരുന്നു നിങ്ങള്. ആ കുഞ്ഞിനെ നൊന്ത് പെറ്റ അതിന്റെ അമ്മേ. ഒരു ദുഷ്ടനും ചെയ്യാൻ മടിക്കുന്നതൊക്കെ കാണിച്ചു കൂട്ടാനും മാത്രം അത്രയ്ക്ക് നീചനായി പോയോ ഹരിയേട്ടാ നിങ്ങള്? മനസ്സേ പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിട്. ഒരു നിമിഷത്തെ സ്വസ്ഥതയെങ്കിലും നീ എനിക്കൊന്ന് താ. സ്വസ്ഥതയോ? നിങ്ങൾക്കോ? അത് ഈ ജന്മത്തിൽ ഇനി നിങ്ങൾക്കുണ്ടാവില്ല. അത്രയ്ക്ക് ദുഷ്ടതരോ നിങ്ങൾ ഈ കാണിച്ച. പിഴച്ചു പെറ്റതാണെങ്കിൽ കൂടി ആ കുഞ്ഞിന്റെ മുഖമെങ്കിലും മൈനയെ കാണിച്ചോ നിങ്ങള്? സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. ഞാനും ഒരു അമ്മയായിരുന്നു. ആദ്യ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിന്റെ അമ്മ. അത് നഷ്ടപ്പെടുത്തിയതും ഹരിയേട്ടനെന്ന് പറയുന്ന നിങ്ങളാ. എന്നെ നിങ്ങൾ വേദനിപ്പിച്ചത് ഒരു കയ്യബദ്ധമായിരുന്നു എന്ന് വാദിച്ചാലും മൈനെ ഇപ്പൊ വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വ. അതെ മനഃപൂർവ്വ. മാനസയും മൈനയൊക്കെ മനഃപൂർവ്വം വേദനകളിലേക്ക് തള്ളിയിട്ടത് ഈ ഞാനാ. അതെ, ഈ ഞാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത നീചൻ. പോരെ, സന്തോഷായോ നിനക്ക്? അത് മതി എനിക്ക്.
ഇനിയും എന്റെ മക്കൾ സന്തോഷിക്കാൻ ദാ ഈ നടുമുറ്റത്ത് പട്ട് പോച്ച് ജീവനില്ലാതെ കിടന്നു തരണോ ഞാൻ? ഇനി അതും കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങളൊക്കെ എന്നും സന്തോഷിച്ച് കണ്ടാ മതി ഈ ഏട്ടന്. അത്ര വലിയ സെന്റിമെന്റ്സിലേക്കൊന്നും പോണ്ട. നിങ്ങൾ ആഗ്രഹിച്ചാ പോലും അതിന് കഴിഞ്ഞൊന്നും വരില്ല. ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾക്കുള്ള ശിക്ഷകൾ അനുഭവിച്ച് തീർക്കാതെ ഒരു മരണത്തിലേക്ക് പോലും രക്ഷപ്പെടാനാവില്ല ഹരിയേട്ട നിങ്ങൾക്ക്. എന്റെ ഗർഭത്തിലിരുന്ന് കുഞ്ഞിനെ കൊന്നത് നിങ്ങളാ. ദാ, ഇപ്പൊ പിറന്നു വീണ ഒരു പൊടി കുഞ്ഞിനെ അതിന് നിങ്ങൾ കൊന്നു കുഴിച്ചു മൂടിയിട്ടില്ലെങ്കിൽ എനിക്കിങ്ങ് തന്നേരെ, ഞാൻ വളർത്തിക്കോളാം. വാ തുറന്ന ഒരു നിമിഷത്തിൽ 1000 തവണ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ കഥ പറഞ്ഞ ആളാവാറുണ്ടല്ലോ നിങ്ങള്. അതിന് പകരമായി നിങ്ങളുടെ ചോരയിൽ പറഞ്ഞ ആ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോളാം. പകരത്തിന് പകരം അല്ലേ മോളെ? നന്നായി. ഞാൻ നിനക്ക് തന്നതെല്ലാം തിരിച്ചു തരാൻ കഴിയുമോ നിനക്ക്? കഴിയില്ല മനസ്സേ. എന്തൊക്കെ തിരികെ തരാൻ കഴിഞ്ഞാലും ശരി, ഈ ഏട്ടൻ നിനക്ക് തന്ന സ്നേഹത്തിന്റെ ഒരു കണിക പോലും തിരികെ തന്ന് കടം വീട്ടാനാവില്ല നിനക്ക്. ആകാശവും കടലും അളന്നു കൂട്ടിയാൽ പോലും എന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ ഒരു അതിരെങ്കിലും കാണാൻ കഴിയുമോ നിനക്ക്? കഴിയില്ല മോളെ. മൂർച്ചയുള്ള കത്തിമുന കൊണ്ട് എന്റെ നെഞ്ചിൽ കുത്തിയിറക്കും മുൻപ് ആ കത്തി പിടിക്കുന്ന കൈക്ക് ബലം തന്നത് ഈ ഏട്ടന്റെ സ്നേഹമാണെന്ന് കൂടി ഓർക്കണം. സ്നേഹം മിണ്ടരുത്. ആ വാക്ക് കേട്ട് കേട്ട് വെറുത്തു. ആ വാക്ക് പറയുന്നവരെ പോലും വെറുത്തു. ഒരു കാര്യം നിങ്ങൾ ഓർത്താ നല്ലതാ. നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്നത് തീക്കളിയാ. ഒരു അമ്മയുടെ നെഞ്ചിലാണെന്ന് തീ കൊണ്ടുള്ള കളി. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ. ആഹാ, കേറി വാമോനെ. വിളക്ക് കിടന്ന് അങ്ങ് വരാവോന്നറിയില്ല. സാറില്ല അമ്മണിയമ്മേ, ഞാനിവിടെ വന്നോളാം. അമ്മണിയമ്മ വിളിച്ചത് കൃഷ്ണനെ, വന്നത് ഞാനും. അർജുനൻ. കൃഷ്ണനും അർജുനനും വേറെ വേറെ അല്ലല്ലോ, നരനാരായണന്മാരല്ലേ? മോന്റെ പേര് എനിക്ക് എപ്പോഴും മാറിപ്പോകും. ഭീമൻ എന്നൊക്കെയാ വായിൽ വരുന്നേ. അമ്മണിയമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോളൂ. അല്ല മൈന കണ്ടില്ല, അതാ അകത്തുണ്ട്. ഉറങ്ങാണോ? അവക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുമോ മോനെ? നഷ്ടപ്പെട്ടു പോയത് ജീവന്റെ പാതി തന്നെയല്ലേ? എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട കേട്ടോ. ആരും കൂട്ടിനില്ലെന്ന് തോന്നൽ വേണ്ട. കഴിയുമ്പോഴൊക്കെ ഞാൻ വന്ന് അന്വേഷിച്ചോളാം. പിന്നെ മൈന അറിഞ്ഞാൽ സമ്മതിക്കില്ല. അവളോട് പറയാൻ നിൽക്കണ്ട. ആരൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാലും എനിക്ക് അവളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പോട്ടെ മോനെ. മടുപ്പ് തോന്നണില്ലേ നിനക്ക്? അവളെ സ്നേഹിച്ചതിന്റെ പേരില് നീ എത്രത്തോളം വേദന തിന്നു, എത്രയൊക്കെ അപമാനം കൊണ്ടു. എന്നിട്ടിപ്പോഴും അവളെ ഈ അവസ്ഥയിലും നീ സ്നേഹിക്കുകയാണോ? ഒരു നല്ല വാക്ക് പോലും നാളിതുവരെ മൈന നിന്നെപ്പറ്റി പറഞ്ഞിട്ടില്ല. പറയില്ല. നല്ല വാക്ക് പറയാനും മാത്രം നല്ലതൊന്നും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഞാൻ അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല അമ്മണിയമ്മേ. അമ്മയുടെ ഒരകന്ന ബന്ധത്തിലുള്ള കുട്ടിയാ മൈന. ബന്ധം പറഞ്ഞു വന്ന എന്റെ മുറപ്പെണ്ണ അവള്. മൈനയുടെ അച്ഛനും അമ്മയും മരിച്ചപ്പോ എന്റെ മുത്തച്ഛനാ അവളെ ഞങ്ങളെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. മൈന അന്ന് തീരെ കുട്ടിയാ, ഞാനും അതെ. അന്നു തൊട്ട് ഉള്ളിലൊരു ബാധ പോലെ കയറിയതാ അമ്മണിയമ്മേ എനിക്ക് അവളോടുള്ള സ്നേഹം. വളരുമ്പോ ഞാനൊരു തല്ലിപ്പൊളിയാവുമെന്ന് അന്നേ അവൾക്ക് അറിയാമായിരിക്കണം. അതുകൊണ്ടാവും അവൾക്ക് അന്നേ എന്നെ കാണുന്നത് അലർജിയാ. അപ്പോ
ഹരിസാറിന്റെ വീട്ടിലല്ലേ മൈന വളർന്നത്? അത് അവൾക്കൊരു 10-15 വയസ്സുള്ളപ്പോഴാ ഹരിസാറ് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയത്. മൈനയുടെ അച്ഛനും ഹരിസാറിന്റെ അച്ഛനും അകന്ന ബന്ധുക്കളാ. ഹരിശങ്കറിന്റെ വീട്ടിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടി. അപ്പോഴും എന്റെ ഉള്ളിൽ ആ പഴയ ഇഷ്ടം തുരുമ്പിക്കാതെ കാത്തു സൂക്ഷിച്ചു. എന്നെ അവൾക്ക് വെറുപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. വെറുത്ത് വെറുപ്പിന്റെ അവസാനം എന്നെങ്കിലും അവൾ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഇപ്പോഴും സ്നേഹം കൊടുത്ത് കൂടെ കൂട്ടി ചതിച്ചവരെ പോലെയല്ല. ഒരു പെരുവഴിയിലും അവളെ ഉപേക്ഷിക്കാനുമല്ല. ഒരു വട്ടമെങ്കിലും മൈന എന്നോട് സ്നേഹത്തോടൊരു വാക്ക് മിണ്ടിയാൽ മതി. കാവലിരുന്നോളാം ഈ ജന്മം മുഴുവൻ. നടക്കുമായിരിക്കല്ലേ? സോറി, കാലൊന്ന് ബാലൻസ് സെറ്റ് ചെയ്താ. ഈ ഇടത് കാലാണോ വലത് കാലാണോ ആദ്യം വെക്കേണ്ടതൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. സോറി. സിധു, എന്താ ഇത്? ഏയ്, എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. എന്താ ഇങ്ങനെയൊക്കെയെന്നാ ഞാൻ ചോദിച്ചേ. കുടിച്ച് നശിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ നീ? സന്തോഷം കൊണ്ടാ എടുത്തി. ശരിക്കും പറഞ്ഞ സന്തോഷം കൊണ്ടാ. ഞാനൊരു അച്ഛനായതിന്റെ സന്തോഷം, എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ കഴിയാത്തതിലുള്ള സന്തോഷം, അത് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അറിയാൻ കഴിയാത്തതിലുള്ള സന്തോഷം. ആഘോഷിക്കണ്ട ഇടത്തി, ആഘോഷിക്കുന്ന ഞാൻ. കുറെ മദ്യം കഴിച്ച എല്ലാത്തിനും പരിഹാരാവോ? എന്നാ എനിക്കും കുറെ വാങ്ങിത്താ. ഇടത്തേക്കുണ്ട് കുറെ ആഘോഷങ്ങള്. ഇടത്തേക്ക് എന്താ പ്രശ്നം? ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും നല്ല മര്യാദരാമനായ ഭർത്താവ്, സുന്ദരൻ, വിദ്യാസമ്പന്നൻ, ആരും ബഹുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, സംസ്കാര സമ്പന്നൻ, കൂടാതെ മനസ്സ് നിറയെ സ്നേഹമുള്ള നല്ല ഒന്നാം തരം ഭർത്താവ്, SP ഹരിശങ്കർ. ഓ, പുണ്യം ചെയ്യാനെടുത്തി അങ്ങനെ ഒരാളെ കിട്ടാൻ. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, പുള്ളി അങ്ങ് സ്നേഹിക്കും. പുള്ളി നമ്മളെ സ്നേഹിച്ചു എന്ന് വെച്ചാ നമ്മളെ ഏതോ കൂട്ടിലടച്ച പോലെ, ഈ ഇടം വലം തിരിയാൻ പറ്റാത്ത ഒരു കൂട്ടില് പുള്ളി വന്ന് പറയാതെ അനങ്ങാൻ പോലും അവകാശമില്ലാത്ത ഒരു കൂട്ടില്. അല്ല സിദ്ധു, നിനക്ക് തെറ്റിപ്പോയി. കൂട്ടിലടക്കപ്പെട്ടത് ഹരിയേട്ടനാ. നീയും മാനസെ മൈനയൊക്കെ പണിതെടുത്ത കൂട്ടില്. നിങ്ങൾ പറയുന്നതിനനുസരിച്ചും പാടുന്നതിനനുസരിച്ചും ആടുകയും കരണം മറിയുകയും ചെയ്യും അങ്ങനെ. വെറും ഒരു കോമാളി. അതൊക്കെ വെറും ആക്ടിങ് അല്ലേ ഇടത്തി? അങ്ങനെ കുറിച്ച് വെറുതെ ഇങ്ങനെ പറയാന്നല്ലാതെ കൂട്ടിലെ ഹരിയേട്ടൻ നല്ല കാര്യമായി. ഹരിയേട്ടൻ പറയുന്ന വാക്കെങ്ങനെ തെറ്റിച്ചു നോക്കേണ്ടതേ. പറയാം തനി കോണം. തെറ്റിക്കപ്പെടേണ്ട വാക്കുകളൊന്നും ഹരി പറയാറില്ല. അതൊക്കെ വെറും തോന്നലാ. അതെ, ഞാനൊരുവിടെ പറയട്ടെ, മൈനയുടെ കുഞ്ഞിനടുത്തും മാറ്റിയത് ആരാന്നാ? അത് ഇയാളാ, ഹരിയേട്ടനാ. സിദ്ധു, അല്ലാതെ പിന്നെ ആരാ? ആർക്കാ അത് ചെയ്തിട്ട് കാര്യം? ഒരു പിഞ്ചു കുഞ്ഞിന്. മതി, നീ കേറിപ്പോ. കയറിപ്പോവാൻ തന്നെയല്ലേ പറഞ്ഞേ, ഇറങ്ങിപ്പോവാനല്ലല്ലോ. നീ ഇങ്ങനെ തുടങ്ങിയാൽ എനിക്കത് മാറ്റി പറയേണ്ടി വരും. ഇറങ്ങിപ്പോവാൻ. സിദ്ധു, വന്നല്ലോ മാലാക.
കേട്ടോ എടുത്തി, ഇവള് ഭാഗ്യം ചെയ്തവളാ അല്ലേ? ഇവളുടെ കുഞ്ഞ് അങ്ങനെ അങ്ങ് പോയതുകൊണ്ടേ വലിയ ഭാഗ്യമായി. അല്ലെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനടുത്ത് വല്ലവരും മാറ്റിയിരുന്നെങ്കിലോ? നിർത്ത്, കുറെ കൂടുന്നുണ്ട് ഇപ്പൊ. നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണേ ഇവനെ. ഇതിങ്ങനെ സ്ഥിരമായ ബുദ്ധിമുട്ടാ എല്ലാവർക്കും. കേട്ടില്ലേ സിദ്ധു, ബുദ്ധിമുട്ടാണെന്ന്. നമ്മളൊക്കെ ഇവിടെ ഒരു ബുദ്ധിമുട്ടാണെന്ന്. അന്യരുടെ വീട്ടിൽ അവരുടെ കാരുണ്യം കൊണ്ടാ ജീവിക്കുന്നതെന്നൊരു ചിന്ത വേണം. എന്നിട്ട് വേണം കുടിച്ച് കൂത്താടി വരാൻ. നീ എന്താ പറഞ്ഞേ? അന്യരുടെ വീടോ? ഞങ്ങളൊക്കെ അന്യരാണോ നിനക്ക്? അങ്ങനെയല്ല, ഏട്ടനും ഏട്ടത്തിക്കും ജീവിക്കാൻ ഏട്ടത്തിന്റെ അച്ഛൻ വാങ്ങി തന്നല്ലേ വീട്. ഇവിടെ ഞങ്ങൾ അന്യര് തന്നെയാ. അങ്ങനെ കണ്ടാ മതി. വാ ഇങ്ങോട്ട്. ഗുഡ് നൈറ്റ് എടുത്തി. ശ്ശേ, വരാൻ. എവിടെയെങ്കിലും പോയി ചത്താ മതിയായിരുന്നു. ഇങ്ങനെ തുറച്ചു നോക്കല്ലേ, എനിക്ക് പേടിയാവും. വാ, ഇവിടെ വാ. വന്നിവിടെ ഇരിക്കേ. നല്ല അനുസരണ. കീപ് ഇറ്റ് അപ്പ്. മനസ്സേ, നീ എന്തിനാ എടുത്തിയോട് അങ്ങനെയൊക്കെ പറഞ്ഞു? മോശമേ. പിന്നെ അവര് പറഞ്ഞത് അഹങ്കാരല്ലേ? സിദ്ധു കേട്ടതല്ലേ ഇത്? അവരങ്ങനെയൊന്നും പറഞ്ഞില്ല, നിനക്ക് വെറുതെ തോന്നിയതാ. ദേ സിദ്ധു, എന്നെ കുറ്റപ്പെടുത്താനല്ലേ എല്ലാവർക്കും അറിയൂ. സിദ്ധു അതെ. മാനസ, വേണ്ട. ലൈഫിൽ ഒരു സീരിയസ്നെസ്സും ഇല്ല സിദ്ധുവിനിപ്പോ. കള്ളു കുടിക്കാൻ മാത്രം എന്നും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ പുതിയ ജോലി. കുടിച്ചോ. സിദ്ധുവിന് മാത്രം സന്തോഷം കിട്ടുന്ന കാര്യമാണല്ലോ. സന്തോഷിക്ക. സിദ്ധു മാത്രം സന്തോഷിക്ക. മാനസയ്ക്ക് ഈ പറഞ്ഞതൊന്നും വേണ്ടല്ലോ. അതെ, എന്താ തന്റെ പ്രശ്നം? മാനസ എപ്പോഴും ഒരു മുറിയിൽ അടച്ചിട്ടിരുന്നിട്ടാ ഇങ്ങനെ സ്വയം ഇറിറ്റേറ്റഡ് ആവുന്നത്. പിന്നെ സിദ്ധുവിനെ പോലെ ഞാനും ആ ബൈക്കിൽ കയറി വരണോ? എന്നിട്ട് തോന്നിയ പോലെ കറങ്ങി നടന്നിട്ട് രാത്രിയിൽ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാം. എന്താ മതിയോ? ട്രൈ ചെയ്ത് നോക്കാവുന്നതാ. വേണേ നാളെ ഒന്ന് കറങ്ങിട്ട് വന്നോ. ആരുടെ കൂടെ? സിദ്ധുവിനൊപ്പം എന്നെ കൊണ്ടുപോകില്ലല്ലോ. ലൈഫിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണുന്ന സിദ്ധു. ഇത് നമ്മുടെ ജീവിതമാ. നഷ്ടം നമുക്ക് മാത്രമാ. ആ, ഞാൻ എന്ത് വേണോന്നാ? ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന ആഗ്രഹം ഞാൻ പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും സിദ്ധു ഒരു വ്യക്തമായ മറുപടി പോലും പറഞ്ഞിട്ടില്ല. എന്തേ, സിദ്ധുവിന് ഇഷ്ടമല്ലേ? മനസ്സാ, അതൊക്കെ നീ കരുതുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ. അതൊക്കെ എനിക്ക് അറിയാം. എന്റെ കൂടെ അവിടം വരെ ഒന്ന് വന്നാലല്ലേ, ഒന്ന് ചെന്ന് തിരക്കിയാലല്ലേ നമുക്കതിനെ കുറിച്ചൊക്കെ അറിയാവൂ. ഓക്കെ ഓക്കെ, പോവാ നമുക്ക്. എപ്പോ? എന്ന്? അത് അത് പോവാം. ആഹാ, അല്ല ആരിത്? അപ്പൂസോ? അപ്പുമോള്. മണിച്ചിട്ടേ, ഞാനേ ഒരു പുതിയ സോങ് പഠിച്ചിട്ടുണ്ടല്ലോ, അത് പാടി കേൾപ്പിക്കാൻ വന്നതാ. ഇപ്പൊ വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഇവിടെ ഒരാള് എന്റെ മുമ്പിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഈ കളി കഴിഞ്ഞിട്ട് മതി മോളുടെ പാട്ട്. എങ്കിലേ നമുക്ക് ഉറങ്ങാൻ കിടക്കുവാൻ പാടാം. എഴുതി എന്താ ഈ കാട്ടുന്നേ? കുഞ്ഞിനെ വിട്ടേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വരേണ്ട പറഞ്ഞു നിന്നോട്. മോളെ വേദനിപ്പിക്കല്ലേ. അവൾ ഇവിടെ വന്നാൽ എന്താ കുഴപ്പം? വരാനാ പറഞ്ഞേ. എന്തിനാ അവളെ എങ്ങനെ? ഞാൻ പറയട്ടെ. ഒരു തോന്നിയാസങ്ങള്. മിണ്ടിപ്പോയത് കടയിലല്ലേ പറഞ്ഞേ. കേറി കടകടി. ഈ ഏടത്തേക്ക് ഇത് എന്താ സംഭവിച്ചേ?
നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ പലപ്പോഴും പലതും പറയുന്നുണ്ടാവും. ആ പേരില് മോളെങ്ങനെ കാണിക്കുന്നത് വളരെ മോശമാണ്. എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ അവര്. ആ കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിച്ച അവരുടെ ഭ്രാന്ത് മാറുമെങ്കിൽ മാറട്ടെ. ആദ്യം നീയൊന്ന് നാവടക്ക്. 2 കൈ കൂട്ടിയടിക്കുമ്പോഴേ ശബ്ദം വരൂ. ഇവിടെ ഇപ്പൊ ആരെന്ത് പറഞ്ഞിട്ട് അവരെ കാണിച്ചു കൂട്ടിയതൊക്കെ? ആ പാവ മോൾ ഇവിടെ ഇരുന്നാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഇതിനു മുമ്പ് എത്രയോ വട്ടം അപ്പുമോൾ ഇവിടെ നമ്മളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ഭ്രാന്ത് ഇപ്പോഴെന്തിനാ? അതെ, നമുക്ക് ആ വിഷയം വിടാം. അല്ലെങ്കിലും നമ്മൾ വിഷമിച്ചിട്ട് എന്തിനാ? നമ്മുടെ സ്വന്തം മോളെ പോലെ അപ്പുമോളെ നമ്മൾ സ്നേഹിച്ചാലും അവരുടെ കുഞ്ഞിനെ അവരെടുത്തോണ്ട് പോവില്ലേ? നമുക്കെന്താ അവകാശം അല്ലേ? സിധു, നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ അതിന് ഈ മുഖമായിരുന്നേനെ അല്ലേ?